നമുക്ക് പറയാനുള്ളത് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഓക്കെ, എപ്പോഴും പരീക്ഷയ്ക്ക് പല രീതിയിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നമ്മുടെ ഭൂമിയിലെ ഫോട്ടോസിന്തസിസിൻ്റെ ഏകദേശം പകുതിയും നടത്തുന്ന ആരാണ്? ഒരുപാട് കോടിക്കണക്കിനുള്ള ഈ ആൽഗകളാണ്. ഓക്കെ, ഇനി നോക്ക് രണ്ടാമത്തെ. ഇങ്ങനെ ഫോട്ടോസിന്തസിസ് വഴി ഒരുപാട് ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഫോട്ടോസിന്തസിസ് നടത്തുന്നതുകൊണ്ട് ഇവർക്ക് എന്തിന് സാധിക്കുന്നുണ്ടോ? ഇൻക്രീസ് ദി ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അവരുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെൻറ്റിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെയോ ഇവർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ്. പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഫുഡ് ചെയിനിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ആൽഗകളാണ്. പിന്നെയോ ഫോം ദി ബേസിസ് ഓഫ് ഫുഡ് ചെയിൻ ഇൻ ദി അക്വാട്ടിക് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ അക്വാട്ടിക് എൻവയോൺമെൻറ്റിൻ്റെ ഫുഡ് സൈക്കിളിൻ്റെ ബേസ്, ഫുഡ് ചെയിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ആൽഗകളാണ്. ഓക്കെ, ഇനി ആൽഗകൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? യൂസ്ഡ് ആസ് ഫുഡ്. പല ആൽഗകളും ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. അതിന് എക്സാമ്പിളാണ് പോർഫിറ, പിന്നെയോ ലാമിനേറിയ, പിന്നെയോ സർഗാസം. പോർഫിറ, ലാമിനേറിയ, സർഗാസ് ഇതൊക്കെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറല്ല നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ നമുക്കൊരു കോഡുണ്ട്. ലാമിയും സാറും പോർക്ക് കഴിച്ചു. ഓക്കെ, പോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഫുഡാണ് അല്ലേ. അപ്പോൾ ലാമിയും സാറും പോർക്ക് കഴിച്ചു. പോർക്ക് ഫുഡാണ്, അതുകൊണ്ട് ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ആൽഗയാണ് പോർഫിറ, ലാമിനേറിയ ആൻഡ് സർഗാസം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത നമ്മുടെ പോയിൻ്റാണ് ഹൈഡ്രോകൊളോയിഡ്സ്. ഓക്കെ, ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ചില ആൽഗകളിൽ നിന്ന് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസായ ഹൈഡ്രോകൊളോയിഡ്സ് നിർമ്മിക്കും. ഈ ഹൈഡ്രോകൊളോയിഡ്സ് പാക്കിംഗ് മെറ്റീരിയലായിട്ടും മറ്റ് പല പർപ്പസിന്, അതായത് ഈർപ്പം നിലനിൽക്കേണ്ട പല സാഹചര്യങ്ങളിലും നമ്മൾ എന്തുപയോഗിക്കും? ഈ ഒരു ഹൈഡ്രോകൊളോയിഡ്സ് ഉപയോഗിക്കും. ഇതിന് എക്സാമ്പിളാണ് ആൽജിൻ. ആൽജിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗെ. ഓക്കെ, പിന്നെയോ അടുത്തത് കരാജിൻ. ആൽജിൻ ആൻഡ് കരാജിൻ. കരാജിൻ എന്ന് പറയുന്നത് റെഡ് ആൽഗയാണ്. ഓക്കെ, അപ്പോൾ ആൽജിനും കരാജീനും ഹൈഡ്രോക്ലോറൈഡ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറൈഡായിട്ട് ഉപയോഗിക്കും. ഇതിൽ കരാജീൻ ഓർക്കാൻ നമുക്കൊരു കോഡുണ്ട്. കാറ് റെഡ് എന്ന് ഓർത്താൽ മതി. കരാജിൻ റെഡ് ആൽഗയാണെന്ന് ഓർക്കാൻ കാറ് റെഡ്, ആൽജിൻ ബ്രൗൺ ആൽഗ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൊഡക്ഷൻ ഓഫ് അഗാർ എന്ന് പറയുന്ന വളരെയധികം ഉപകാരമുള്ളൊരു സബ്സ്റ്റൻസാണ്. അത് എന്തിൽ നിന്നാണ് കിട്ടുന്നത്? ഒബ്റ്റെയിൻ ഫ്രം ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ, ഈ രണ്ട് ആൽഗകളിൽ നിന്നുമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? അഗാർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഓർത്ത് വെക്കാൻ നമുക്ക് കോഡുണ്ട്. ജസ്റ്റ് ക്യാപിറ്റൽ ജി എന്ന് ഓർക്കുക. അഗാർ ജലീഡിയത്തിൽ നിന്നും ഗ്രാസിലേറിയയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഈ അഗാർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീം. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? അഗാർ ഉപയോഗിക്കും. ജെല്ലീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അഗാർ ഉപയോഗിക്കും. ഇനിയും ഒരു ഉപയോഗമുണ്ട്, മീഡിയ ഫോർ ബാക്ടീരിയൽ ഗ്രോത്ത്. ലാബുകളിലൊക്കെ ബാക്ടീരിയൽ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രി ഡിഷിൽ മീഡിയം ക്രിയേറ്റ് ചെയ്യണം. ഈ മീഡിയം നിർമ്മിക്കുന്നത് എന്തുപയോഗിച്ചാൽ? അഗാർ ഉപയോഗിച്ചാൽ. ഓക്കെ ആണല്ലോ. ഇനി ഒരു പോയിൻ്റ് കൂടെ നിങ്ങൾ ഓർത്താൽ മതി. ക്ലോറല്ല എന്ന് പറയുന്നത് എന്തായിട്ട് ഉപയോഗിക്കും? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാനുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി
നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗയാണ്. ഓക്കെ, അപ്പോൾ ആൽഗെ പ്രധാനമായിട്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ക്ലോറോഫൈസിയെ, 2 ഫിയോഫൈസിയെ, 3 റോഡോഫൈസി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നോക്ക്, ഓരോന്നിൻ്റെ കോമൺ നെയിമാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ, ക്ലോറോഫൈസി അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ ആണല്ലോ. അപ്പോൾ ക്ലോറോ അത് വെച്ച് നിങ്ങൾ ഓർത്താൽ മതി. ക്ലോറോഫിൽ ഗ്രീൻ ആണ്, അതുകൊണ്ട് ക്ലോറോഫൈസി എന്താണ്? ഗ്രീൻ ആൽഗെ. ഇനി ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, ഫിയോഫൈസിയെ AEO എന്ന് നമുക്കറിയാം അല്ലേ, സ്കൂളിലൊക്കെ വരുന്നതാണ്. AEO ബ്രൗൺ കാറിൽ വന്നു എന്ന് ഓർത്താൽ മതി. AEO ബ്രൗൺ കാറിൽ, ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ. റോഡോഫൈസിയെ നമുക്ക് എളുപ്പമാണ്, റോഡോ റെഡ്. ഓക്കെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ, കോമൺ നെയിം ഓക്കെ അല്ലേ. അടുത്ത് നോക്ക്, പിഗ്മെൻറ്റ്സ് എല്ലാത്തിലും എന്തുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്. ക്ലോറോഫൈസിയയിലും ഫിയോഫൈസിയയിലും റോഡോഫൈസിയയിലും ക്ലോറോഫിൽ എ പിഗ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്ത് വെക്കാൻ ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി. ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി. നേരെ അങ്ങ് ഈ ഓർഡർ തെറ്റാതെ പഠിച്ചാൽ സുഖമായി എഴുതാം. ക്ലോറോഫൈസിയെ ക്ലോറോഫിൽ ബി, ഫിയോഫൈസിയെ ക്ലോറോഫിൽ സി, റോഡോഫൈസിയെ ക്ലോറോഫിൽ ഡി. ഓക്കെ, ഇനി നോക്ക്, ഫിയോഫൈസിയയിലുള്ള മറ്റ് പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? കരോട്ടിനോയിഡ്സ് ഉണ്ട്, പിന്നെയോ സാന്തോഫിൽസ് ഉണ്ട്, ഫ്യൂക്കോക്സാന്തിൻ ഉണ്ട്. ഫ്യൂക്കോക്സാന്തിൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് സാന്തോഫിൽ പിഗ്മെൻറ്റ് തന്നെയാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് ആ ഒരു താലസിൻ്റെ കളർ വരിക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ഏതായിരുന്നു? റോഡോഫൈസിയയിലുള്ള പിഗ്മെൻ്റാണ് ഫൈക്കോ എറിത്രിൻ. അത് നമ്മൾ ഈ റോഡോ ഇത് വെച്ച് തന്നെ നമുക്ക് ഓർക്കാം. എറിത്തിന് റോഡോ എറി ആറ് വെച്ച് നമുക്ക് ഓർക്കാം. റോഡോഫൈസിയെ ഫൈക്കോ എറിത്രിൻ. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ പറയുന്നത് സ്റ്റോർഡ് ഫുഡിലാണ്. ഈ ഒരു താലസിൽ അല്ലെങ്കിൽ ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏത് ഫോമിലാണ്? ക്ലോറോഫൈസിയയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. ഓക്കെ, സ്റ്റാർച്ചിൻ്റെ ഫോമിൽ. ദെൻ അത് കഴിഞ്ഞോ, ഫിയോഫൈസിയയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളായിട്ടാണ്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ 2 ഫോമിൽ കാണാം, ഒന്നെങ്കിൽ മാനിറ്റോൾ അല്ലെങ്കിൽ ലാമിനാരിൻ. അപ്പം മാനിറ്റോൾ ആയിട്ടോ ലാമിനാരിനായിട്ടോ ഈ 2 ഫോമിൽ ഏതെങ്കിലും ആയിട്ടാണ് ഫിയോഫൈസിയയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി റോഡോഫൈസിയൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചോ, അത് നമുക്ക് ഈ 6 വെച്ച് ഓർക്കാം അല്ലേ. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. റോഡോഫൈസിയയിൽ സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ദെൻ സെൽ വോൾ നമുക്ക് സെല്ലുലോസ് എല്ലാം റോഡോഫൈസി ആണെങ്കിലും ക്ലോറോഫൈസി ആണെങ്കിലും ഫിയോഫൈസി ആണെങ്കിലും എല്ലാത്തിലും എന്തുണ്ട്? സെല്ലുലോസ് ഉണ്ട്. ഇനി ക്ലോറോഫൈസി ആണെങ്കിൽ ഔട്ടർ എന്ത് കാണാം? പെക്ടോസ് കാണാം. ഇന്നറാണ് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ ഔട്ടർ എന്താണ്? പെക്ടോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദെൻ ഫിയോഫൈസിയെ സെൽ വോളിനെ പൊതിഞ്ഞ ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ആൽജിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട്. ആൽജിൻ എന്ന് പറയുന്ന ഒരു സ്ലിപ്പറി നേച്ചർ കൊടുക്കുന്ന ഒരു ജലാറ്റിനസ് കോട്ടിംഗ് ആയിട്ട് സെല്ലുലോസിൻ്റെ പുറത്തിങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ സെല്ലുലോസും ഉണ്ട്, ആൽജിനും ഉണ്ട്. ആൽജിൻ ഒരു ജലാറ്റിനസ് കോട്ടിംഗ് ആണ്. അടുത്തത് റോഡോഫൈസിയൽ എന്താണ്? സെല്ലുലോസ് ഉണ്ട്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റർ. സെല്ലുലോസും പെക്റ്റിനും പോളിസൾഫേറ്റ് എസ്റ്റർ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫ്ലെജല്ലയാണ്. അപ്പോൾ ക്ലോറോഫൈസിയയിൽ മാക്സിമം 8 ഫ്ലെജല്ല വരെ കാണും. മിനിമം എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. 2 ആണെങ്കിലും 8 എത്രയുണ്ടെങ്കിലും എല്ലാം എന്താണ്? ഈക്വലാണ്. എല്ലാ ഫ്ലെജല്ലും ഈക്വലാണ്. എപ്പിക്കൽ സൈഡിൽ എല്ലാം ഒരേപോലെ എപ്പിക്കൽ സൈഡിലാണ് ഫ്ലെജല്ല കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഫിയോഫൈസിയയിലാണെങ്കിൽ 2 ഫ്ലെജല്ലയാണ് സാധാരണ ഉണ്ടാവുക. അൺഈക്വലാണ്, ലാറ്ററലാണ്. 2 ഫ്ലെജല്ലയാണ്, അൺഈക്വലാണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ലാറ്ററൽ സൈഡിലാണ് ഫ്ലെജല്ല കാണപ്പെടുന്നത്. ഓക്കെ, ഇനി റോഡോഫൈസിയയുടെ പ്രത്യേകത എന്താ? ഫ്ലെജല്ല ആബ്സെൻ്റ് ആണ്, ഫ്ലെജല്ല ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഏകദേശം നമുക്ക് പഠിക്കാനുള്ളത്. മസ്റ്റായിട്ട് നിങ്ങളിത് നിർബന്ധമായിട്ടിത് മുഴുവൻ പഠിച്ചിരിക്കണം. ഈ ടേബിളുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക. എന്തായാലും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. ഓക്കെ.